നല്ല ആരോഗ്യമുള്ള സമയത്ത് വേണം ഇത്തരം യാത്രകളെല്ലാം തന്നെ നടത്താൻ വേണ്ടിയിട്ട്. കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു മോനെ കൊണ്ടിട്ട് ഒരു പട്ടിയിട്ട് വലിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഞാൻ എന്നെ വെച്ചതിനെ കുഴിച്ചിട്ടത് ചേട്ടൻ പോയി കഴിഞ്ഞ് ഉടച്ചോനെ നിങ്ങൾ കത്തോളി എന്ന് പറഞ്ഞ ആള് പോകുന്നുണ്ട്. എനിക്ക് ബ്രേക്ക് നിൽക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താഴെ സ്കീയിങ് ടീമുകളൊക്കെ ഇങ്ങനെ തകർക്കാണ്ട് കേട്ടോ. 2428 മീറ്റർ ഹൈറ്റിലാണ് അതിന് അടിവാരത്തേക്ക് പോകാൻ പോകുന്നു. ഭൂമിയിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളിലൊന്നാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കര സന്തോഷം നിറഞ്ഞ ഒരു മുഹൂർത്തം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ആരോഗ്യമുള്ള സമയത്ത് ഇത്തരം കാഴ്ചകളൊക്കെ കാണാം. കുറേ പൈസക്കായി പ്രായമൊക്കെ ആയിട്ട് കാണാമെന്ന് എഴുതി കഴിഞ്ഞാൽ സമ്മതിക്കില്ല കേട്ടോ. നല്ല ആരോഗ്യമുള്ള സമയത്ത് വേണം ഇത്തരം യാത്രകളെല്ലാം തന്നെ നടത്താൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് നാട്ടിൽ നിന്ന് നിങ്ങൾക്കറിയാം എത്ര അത്യാവശ്യം നമുക്കൊരു 7 മണിക്കൂർ 8 മണിക്കൂർ 9 മണിക്കൂറിൻ്റെയൊക്കെ യാത്രകൾ തന്നെയാണ് ഇങ്ങോട്ട് വേണ്ടി വരുന്നത്. കണക്ഷൻ ഫ്ലൈറ്റ് ആണെങ്കിൽ തന്നെ എന്തായാലും നമുക്ക് ഒരു ദിവസം തന്നെ പിടിക്കും. ഇപ്പോൾ ദുബായ് വഴിയോ ബഹ്റൈൻ വഴിയോ അല്ലെങ്കിൽ സിംഗപ്പൂർ വഴിയൊക്കെ കണക്ട് ചെയ്ത് വരുമ്പോൾ തന്നെ പിന്നെ അപ്പോൾ തന്നെ നല്ല ഒരു ഹെവി സ്ട്രെയിൻ ആയി കഴിഞ്ഞു. പിന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ എത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. അപ്പോൾ നല്ല ആരോഗ്യമുള്ള സമയത്ത് വേണം ഇത്തരം യാത്രകളൊക്കെ സാധ്യമാക്കാൻ. ഇനിയിപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പ്രായമായിട്ടുള്ളൊരു കാണുന്നുണ്ടെങ്കിൽ പ്രായം ഒരു തടസ്സമല്ല. ഏതൊരു മൊമെൻറ്റും ഇപ്പോഴുള്ള ഇപ്പോൾ ദൈവം നമുക്ക് തന്നേക്കുന്ന സമയം മാക്സിമം ലോകം കാണാനും കറങ്ങാനൊക്കെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ഉപയോഗപ്പെടുത്താം. വാക്കുകൾക്ക് അതീതം ദൂരക്കാഴ്ച എന്ന് പറയാനായിട്ട് ഇല്ല. എന്തോ ഒരു നിഴലുകളൊക്കെ പോലെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും അറിയില്ല. കണ്ടില്ല, ഇങ്ങനത്തെ കാഴ്ചകൾ മാത്രമാണുള്ളത്. സ്കീം ടീമുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പിന്നെ അതിശയിപ്പിച്ച കാര്യം വലിയവരൊക്കെ ചെയ്തോട്ടെ, ചെറിയ കുട്ടികളൊക്കെ കുഞ്ഞു മക്കളൊക്കെ ചെയ്യണ കാണുമ്പോഴാണ് നമുക്ക് ഭയങ്കര അതിശയം തോന്നുന്നത്. ഇത്ര വിസിബിലിറ്റി കുറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോകുന്നത്. കുറേ സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. യെസ്, ഇപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കാളും കുറേയും കൂടിയും മോശമായി. വിസിബിലിറ്റി വീണ്ടും കുറഞ്ഞു കഴിഞ്ഞു. 2 നായ്ക്കുട്ടികളെയും കൊണ്ട് വന്നേക്കുന്നത്. ഇത് മറ്റേത് എന്താണ്, സൈബീരിയൻ. യെസ്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. യെസ്, ഒരു കുഞ്ഞു മോനതൊക്കെ ദൈവമേ. യെസ്, അടിപൊളി കേട്ടോ. ഒരു കുഞ്ഞു മോനെ കൊണ്ടിട്ട് ഒരു പട്ടി ഇത് വലിച്ചുകൊണ്ട് നടക്കുന്നത്. യെസ്, അപ്പൊ ഞാനിഞ്ഞ് വരുന്ന സമയത്ത് എനിക്കൊരു പട്ടീനെ വേണമല്ലോ. ഇതൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമുണ്ടോ, പട്ടി വലിച്ചുകൊണ്ട് പോകണം, വണ്ടിയിലിരുന്ന് പോകണം എന്നൊക്കെ ഉള്ളത്. യാക്കിൻ്റെ പുറത്തൊക്കെ നമ്മൾ മണാലിയിലൊക്കെ നമ്മൾ കയറിയിട്ടുണ്ട്. യാക്കിൻ്റെ പുറത്ത് കയറി നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സംബന്ധിച്ചോളം എന്തൊരു സംതിങ് സ്പെഷ്യലായിട്ട് കണ്ടൊക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം ആയിക്കോട്ടെ, അതുപോലെ ആക്ടിവിറ്റി ആയിക്കോട്ടെ. നിങ്ങൾക്കറിയാം നമ്മൾ വോൾക്കാനോ സാൻഡിൽ എന്നെ വെച്ചാൽ അതിനെ കുഴിച്ചിട്ടത് നിങ്ങൾ കണ്ടതല്ലേ ഫിലിപ്പൈൻ സീരീസിൽ. കാണാത്തവരത് കാണണം. അതുപോലെ തന്നെ അസർബൈജാനിൽ പോയിട്ട് നമ്മൾ ക്രൂഡ് ഓയിലിൽ കിടന്ന് നമ്മൾ മസാജ് ചെയ്തത്. അതുപോലെ തന്നെ വോൾക്കാനോ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്നു. എവിടെ, അസർബൈജാനിൽ നിന്ന്. ഇവരിത് അത് ഫിറ്റ് ചെയ്ത് ഇവർ പോകുന്ന കാഴ്ചകളായിട്ടത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു തയ്യാറെടുത്ത് അവർ പോകാൻ പോകുന്നത്. കാലൊക്കെ അതിൽ വെച്ച് ലോക്ക് ചെയ്യുന്ന രീതി. യെസ്, ഷൂ ഒക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കാലൊക്കെ ലോക്ക് ചെയ്ത് സ്പെഷ്യൽ ബാലൻസിങ് ഒക്കെ വേണം കേട്ടോ. നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുന്നത് ഓസ്മോ പോക്കറ്റ് 3യിലാണ് കേട്ടോ. മഞ്ഞൊക്കെ വീണോണ്ടിരിക്കണത്. ക്യാമറ അടിച്ചു പോയാൽ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ചേട്ടാ ബൈ. ചേട്ടൻ പോയി കഴിഞ്ഞ് പടച്ചോനെ നിങ്ങൾ കത്തോളി എന്ന് പറഞ്ഞ ആൾ പോകുന്നുണ്ട്. അടുത്ത ആളത് തയ്യാറെടുപ്പിലാണ്. അച്ഛാ ട്രൈ ചെയ്ത് നോക്കണോ? പോയി കഴിഞ്ഞു. ഓ, അടിപൊളി. അവൻ താഴേക്ക് പോയില്ല. അവനവിടെ മുകളിലേക്ക് കയറി ബ്രേക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. അവിടെ വീണ് നീ ചെല്ല്. അപ്പൊ അവിടെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പക്ഷെ ഇത് പ്രാക്ടീസ് ചെയ്തൊരു കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ സ്വിമ്മിങ് പോലെ തന്നെ നമ്മളിപ്പോൾ മര്യാദക്ക് സ്വിം ചെയ്യാൻ അറിയില്ല, മുങ്ങിപ്പോണ പോലെയാണ് ഇത്തരം കാര്യങ്ങളിൽ. പക്ഷേ ഇത് അവരെന്നാലും എല്ലാം പ്രാക്ടീസ് ഉള്ളവരാണ്. ഇവരെ വന്ന് നിൽക്കണാണെന്ന് തന്നെ. കാരണം നമ്മൾ മണാലിയിലൊക്കെ നമ്മുടെ ഗ്രൂപ്പിന് ഇത് ഷൂ ഇടിക്കാനായിട്ട് വിട്ടപ്പാട് നമുക്കറിയാം. 2 ആൾ അപ്പുറം ഇപ്പുറം ഒന്ന് പിടിക്കണം. ആ സമയത്ത് നടും തല്ലി വീഴും. ഇവർ സിംഗിളായിട്ട് ഒരു പരസഹായിലുണ്ട്. ഓക്കെ, യെസ്, പോട്ടെ ചേട്ടാ. വണ്ടി പോട്ടെ. അപ്പ്. യെസ്, അടിപൊളിയായിട്ട് പോകുന്നുണ്ട്.
ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ചു പോകുന്നുണ്ട്. അയ്യോ പിടിവിട്ടു പോയത് ചേട്ടൻ പോയേ. നമുക്കതൊക്കെ കണ്ട് രസിച്ചിക്കാനേ പറ്റുള്ളൂ. അപ്പൊ അച്ഛന് ഇത് കണ്ട് കണ്ട് ഓരോരുത്തർ വീഴാൻ പോണൊന്നും കണ്ട് കണ്ട് ത്രാണിയില്ല. യെസ് അവൻ ഇതേ ഓരോരുത്തർക്ക് പോണ പോക്കൊക്കെ പടച്ചോനെ. അപ്പൊ നമ്മൾ ഇനി അടുത്ത സ്റ്റേഷനിലേക്ക് നമ്മൾ പോകണം കേട്ടോ. നമ്മുടെ ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് വീണ്ടും അടുത്ത വണ്ടി കയറിയിട്ട് അടുത്ത സ്റ്റേഷനിലേക്ക്. യെസ് അങ്ങനെ നമ്മള് അടുത്ത വണ്ടിയിലേക്ക് കയറിട്ടോ. അടുത്ത കേബിൾ കാറിൽ കയറി കഴിഞ്ഞിട്ടോ. രണ്ടാളുണ്ട്. അപ്പൊ ഞാൻ കയറാണെങ്കിൽ കയറാം. അടുത്ത പോകാൻ പോണ ചേട്ടത്തെ അടിയിലേക്കൊക്കെ ഉണ്ടല്ലോ. വെച്ചാൽ അണ്ടർഗ്രൗണ്ട് ഒക്കെ ഇവിടെ ഉണ്ടോ? എന്തൊക്കെയോ പരിപാടികളുണ്ട് കേട്ടോ അടിയിലേക്കൊക്കെ. ഡോർ അടഞ്ഞു കഴിഞ്ഞു. ഇനി നല്ല സ്പീഡിലായിരിക്കും ടേക്ക് ഓഫ്. യെസ് ആയി കഴിഞ്ഞു. യെസ് ദെൻ അഗെയിൻ നമ്മൾ കേബിളിൽ ഇതായി കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇവിടെ ഈ കാഴ്ചകളാണ് നമ്മൾ ഇത്ര നേരം ഇവിടെ നിന്നിട്ടുണ്ട് നമ്മൾ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നത്. താഴെ ആൾക്കാരെ കണ്ടില്ലേ. ഇനി നമ്മൾ വീണ്ടും ഒരുപാട് ഉയരത്തേക്ക്. എനിക്ക് തോന്നുന്നു ഇതാണ് വീണ്ടും കുത്തനുള്ള വീണ്ടും അല്ല ചെയ്ത് നേരത്തെ വന്ന പോലെയല്ലേ. ഇത് ഭയങ്കര ഷാർപ്പായിട്ട് കയറി പോകുന്നുണ്ട്. ഭയങ്കര കുത്തനെ കയറി പോവുകയാണ്. പുറത്തേക്ക് നമ്മൾ നിന്ന സ്ഥലങ്ങളൊന്നും ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ കാണില്ല. ഞാൻ പറഞ്ഞല്ലോ 200-300 മീറ്ററാണ് മാക്സിമം വിസിബിലിറ്റി. അത് നേരത്തെ ഇറങ്ങിയില്ല. ഇപ്പൊ അത്രയും പോലും കിട്ടാനില്ല. താഴെ സ്കീയിങ് ടീമുകളൊക്കെ ഇങ്ങനെ തകർക്കാനുണ്ട്. വേനൽക്കാലത്ത് വേറെ ഭംഗി തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. ഞങ്ങൾ വന്ന ഏപ്രിൽ മെയ് സമയത്താണ്. അപ്പൊ നമ്മുടെ കേബിൾ കാറിന്റെ ലാസ്റ്റ് സ്റ്റേഷൻ. ഓ ഇവിടെ എത്തുമ്പോഴേക്ക് നമ്മൾ ആടി വലച്ചട്ടയാണ് ഇറക്കണത്. യെസ് അടിപൊളി. നല്ല സ്പീഡിലുള്ള ലാൻഡിങ്. അപ്പൊ നമ്മൾ 67ാമത് കാറിലാണ് നമ്മൾ കയറിയേക്കുന്നത്. 67ാം നമ്പർ കാറിലാണ് കയറിയേക്കുന്നത്. യെസ് സ്വിറ്റ്സർലൻഡ് എന്ന് അറിയാലോ വാച്ചിന് വളരെ ഫേമസ് ആണ്. അതുപോലെ തന്നെ വാച്ച് കമ്പനികളുടെ പരസ്യങ്ങളൊക്കെ കേട്ടോ. വാച്ച് ഉണ്ടാക്കുന്നതിന് ഇതുവരെ നമുക്ക് ഇവിടെ അവർ കാണിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡിൽ വാച്ചുകൾ ഫേമസ് ആയി അല്ലെങ്കിൽ സ്വിസ് മെയ്ഡ് വാച്ചുകൾ വന്നെന്ന് അറിയാൻ എനിക്ക് താല്പര്യമില്ല. അത് പറയും മുമ്പ് എന്താ വെച്ചാൽ 2428 മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. 2428 മീറ്റർ ഹൈറ്റിൽ ഓരോ രാജ്യങ്ങളുടെ ഇത് ഇവിടെ ഫ്ലാഗുകൾ കാണിച്ചിരിക്കുന്നതാണ് ഇവിടെ. യെസ് ഓക്കെ. ഇവിടെ ഇതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഇനി താഴേക്ക് പോകാനുള്ളവർ നിരനിരായിട്ട് നിൽക്കുന്നു. ആക്ടിവിറ്റിക്ക് പോകാനുള്ളവർക്ക് ഇവിടെ നടക്കാം. യെസ് യെസ് കാർഡ് കാണിച്ചാൽ തുറക്കും. യെസ് ഇനി അടുത്ത പോയിന്റിലേക്ക് നമ്മൾ നടന്ന് അടുക്കുകയാണ് കേട്ടോ. യെസ് അങ്ങനെ നമ്മൾ അടുത്ത പോയിന്റിൽ എത്തി. ലാസ്റ്റ് കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി നമ്മൾ വെളിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. ഒന്നും കാണാനില്ല. യെസ് മൊത്തം മുടികിട്ടി 100 മീറ്റർ വിസിബിലിറ്റി മാക്സിമം. അവരിത് അടിവാരത്തേക്ക് പോകാൻ പോകുന്നു.
ഇല്ല ഇല്ല അച്ഛാ യെസ് ഓക്കെ ബൈ ബൈ ആ അവര് പോയി 100 മീറ്റർ പോയി 100-200 മീറ്റർ 250 മീറ്ററോളം നമുക്ക് വിസിബിലിറ്റി കാണും. അത് കഴിഞ്ഞാൽ പുക മാത്രം. ആ പുകയിൽ ഇപ്പോൾ പോയ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ. യെസ് ഇവരിനിപ്പോൾ സെക്കൻഡ് സ്റ്റേഷനിൽ കയറ്റിയായിരിക്കും കയറാൻ പോണത് അല്ലേ? ആ അടിപൊളി കേട്ടോ. വലിയ ഈ നിഴല് പോലെ കാണുന്നുണ്ട്. ഇതൊക്കെ മലനിരകളാണ് കേട്ടോ. അവിടെയൊക്കെ മലയൊക്കെയാണ്, മുകളിൽ പാറക്കെട്ടുകളൊക്കെയാണ്. അതിപ്പോൾ കാണാൻ സാധിക്കില്ല. യെസ് അച്ഛാ ഒന്നും പറയാനില്ല. ഒരു 1.5 കാഴ്ച, 1.5 അനുഭവം. ഇവിടെ നിന്ന് നമ്മൾ ഒരൽപ്പം മുന്നോട്ട് നടക്കാൻ തീരുമാനിച്ചിട്ടാ. എന്നാലും ബൂട്ട് കൊണ്ടുള്ള ഉപകാരം ശരിക്കുണ്ട്. അല്ലെങ്കിൽ നമ്മളാകെ വിറങ്ങലിച്ച് സ്റ്റക്കായി പോയിരുന്നു. ധാരാളം സഞ്ചാരികളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ളവരൊക്കെ തന്നെ. മുകളിലെത്തിയപ്പോൾ കണ്ട രസകരമായിട്ടുള്ള കാഴ്ച എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പരസ്യം എന്താണെന്നറിയോ? നമ്മുടെ ഇലക്ട്രോലെക്സ് വാഷിംഗ് മെഷീൻ്റെ പരസ്യമുണ്ട് ഇവിടെ കാണുന്നത്. അതാ കണ്ടില്ലേ? ക്യാമറ തിരിക്കുമ്പോൾ കണ്ടില്ലേ? വാഷിംഗ് മെഷീൻ്റെ പരസ്യം മുകളിൽ പിറകിൽ വെച്ചിരിക്കുന്നത്. പിന്നെ അതേ ബോർഡുകളും സംഭവങ്ങളൊക്കെ നമുക്ക് റെൻറ്റിന് എടുത്തിട്ട് പോകാൻ സാധിക്കും. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ കേബിൾ കാറുകൾ വരുമ്പോഴും അതിനകത്ത് ധാരാളം സഞ്ചാരികൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. അധികം എത്തുന്നവർ അടുത്ത രാജ്യങ്ങൾ, ഇപ്പോൾ ജർമ്മനിയിൽ നിന്ന് ആയിക്കോട്ടെ, ഫ്രാൻസിൽ നിന്നായിക്കോട്ടെ, മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ എത്തുന്നവരൊക്കെ ഈ സ്കീയിങ്ങിന് വേണ്ടി തന്നെ വരികയാണ് ഈ സമയത്ത്. ഒന്നും പറയാനില്ല, ഒരു 1.5 അനുഭവമായിരിക്കും. അച്ഛന് രാവിലെ തന്നെ കുറച്ച് ഈ മറ്റേ മഞ്ഞൊക്കെ കുത്തിപ്പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്ന ഒരു സന്തോഷമില്ലാന്ന് തോന്നുന്നു അല്ലേ? യെസ് മഞ്ഞിൽ കളിക്കാന്നുള്ളത് അല്ലേ? യെസ് ഓക്കെ. ഇത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല മനോഹരമായിട്ട് മരം കൊണ്ട് ഉണ്ടാക്കിയേക്കണ ഒരു റെസ്റ്റോറൻറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഫുള്ള് തടി കൊണ്ട് ഉണ്ടാക്കിയേക്കണ നല്ല രസകരമായിട്ടുള്ള റെസ്റ്റോറൻറ്റ്. നമ്മൾ വിചാരിച്ച് മുകളിലേക്ക് സർവീസ് ഇല്ലാന്നാണ് കേട്ടത്. മുകളിലേക്ക് പോണ്. നമുക്കൊന്നും ഇട്ടല്ലേ അതിനകത്ത് 100 മീറ്റർ പോകുമ്പോഴേക്കും നമ്മൾ വിമാനം ഏതാണ്ട് മേഘത്തിൻ്റെ അകത്ത് കയറി പോകണമല്ലോ. അത് കഴിഞ്ഞു, അത്രേ ഉള്ളൂ, പോയി കഴിഞ്ഞു. സന്തോഷമാണ്. നമ്മൾ വന്ന് ഐസ് വീണ് കുറച്ച് കണ്ടില്ലേ? യെസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാഴ്ചകൾ തൽക്കാലം ഇവിടുന്ന് കട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഇത്ര ഐസ് സമ്മാനിക്കുകയാണ്. ഇതുകൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക. ബാക്കിയുള്ളവർക്ക് ഇവിടെ വന്ന് ഇത് കാണാൻ സാധിക്കട്ടെ. ഇനി ഇവിടെ വന്ന് കാണാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ്. നമ്മുടെ മണാലി പാക്കേജുകളുണ്ട്. കാശ്മീർ ഓണത്തിന് നടക്കുന്ന പുട്ടുകച്ചവടം. അവർക്ക് കച്ചവടം വിടാറായില്ല. ഇതൊക്കെ നിങ്ങൾ ചിന്തിക്കണ്ടാവും. കച്ചവടം കൂടി നടക്കണ്ടേ? നിങ്ങളാണ്. അപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ സ്വിറ്റ്സർലൻഡിലേക്ക് വരാൻ പറ്റുന്നവർ, ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിട്ട് വരാവുന്നതാണ്. ഇനി സ്വിറ്റ്സർലൻഡിലേക്ക് വരാൻ പറ്റില്ലെങ്കിൽ നാട്ടിൽ ചെറിയ വരുമാനത്തിൽ വർക്ക് ചെയ്യുന്നവരായിക്കോട്ടെ, നിങ്ങൾക്ക് ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കുളു മണാലി പാക്കേജിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. കേബിൾ കാറും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കാശ്മീർ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാം. പിന്നെ ഇത്ര ദൂരം വന്നില്ലെങ്കിൽ നമുക്ക് അസർബൈജാനിൽ നമുക്കിത് എക്സ്പീരിയൻസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ജോർജിയയിൽ നമുക്കിതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാം. ഇത്രയൊക്കെ നമ്മുടെ പാക്കേജിലുള്ളതാണ്. യെസ്. അപ്പോൾ യെസ്